വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ പരിസര പഠനം, അതായത് EVSൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി സസ്യങ്ങൾ പലവിധം എന്നുള്ളതാണ്. താഴെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. വ്യത്യസ്ത തരം സസ്യങ്ങളുടെ ചിത്രങ്ങൾ ഒട്ടിച്ച് പതിപ്പ് നിർമ്മിക്കുകയാണ് വിനുവും കൂട്ടുകാരും. ഇവ എവിടെ കാണപ്പെടുന്നു എന്നതനുസരിച്ച് ചിത്രത്തിനുള്ളിൽ നൽകിയിരിക്കുന്ന വൃത്തത്തിന് നിറം നൽകുക. മരൂരൂഹങ്ങൾക്ക് ചുവപ്പ് നിറവും ജലസസ്യങ്ങൾക്ക് നീല നിറവും നൽകുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ മരൂരൂഹങ്ങൾ എന്ന് പറഞ്ഞാൽ സീറോഫൈറ്റ്സ് ആണ്. ജലസസ്യങ്ങൾ അക്വാട്ടിക് പ്ലാന്റ്സും. അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾ സീറോഫൈറ്റ്സിന് ചുവപ്പ് നിറവും അക്വാട്ടിക് പ്ലാന്റ്സിന് നീല നിറവും നൽകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കുക. അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ കാണുന്നത് ഏതാണ്? മരൂരൂഹമാണ് അല്ലേ? നമ്മുടെ സീറോഫൈറ്റ്സ് ഡെസേർട്സിലൊക്കെ കാണുന്നതാണ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ സീറോഫൈറ്റ്സ് ആണ്. ഇതിന് റെഡ് കളറാണ് കൊടുക്കേണ്ടത്. റെഡ് തൽക്കാലം ഞാൻ അവിടെ എഴുതാം. റെഡ് കളറാണ് കൊടുക്കുന്നത്. അടുത്തത് വാട്ടർ പ്ലാന്റ്, അക്വാട്ടിക് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിന് ബ്ലൂ ആണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് സീറോഫൈറ്റ് ആണ് അല്ലേ? സീറോഫൈറ്റ് മരുരൂഹങ്ങളാണ്. അപ്പോൾ റെഡ് ആണ് കളർ കൊടുക്കേണ്ടത്. അടുത്തത് അക്വാട്ടിക് പ്ലാന്റ് ആണ്, ബ്ലൂ ആണ് കൊടുക്കേണ്ടത്. അടുത്തത് എന്താണ്? വീണ്ടും മരുരൂഹങ്ങൾ അല്ലേ? സീറോഫൈറ്റ്സ് ആണ്, റെഡ് ആണ് കൊടുക്കേണ്ടത്. അടുത്തത് അക്വാട്ടിക് പ്ലാന്റ് ആണ്. അക്വാട്ടിക് പ്ലാന്റ് ആണ്, നമ്മൾ ബ്ലൂ ആണ് കൊടുക്കേണ്ടത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. മത്സ്യങ്ങൾക്ക് ജലത്തിലൂടെ സഞ്ചരിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയാണുള്ളത്. താഴെ പറയുന്നവയിൽ നിന്ന് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് ശരിയായത് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. ഒന്ന്, മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്. രണ്ടാമത്തത് ചെകിളപ്പൂക്കൾ, നിറം. മൂന്നാമത്തത് കടൽ വെള്ളം, പുഴവെള്ളം. നാലാമത്തെ വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. ഏതാണ് മത്സ്യത്തിന്റെ സഞ്ചാരവുമായി ബന്ധപ്പെട്ടത്? മത്സ്യങ്ങളുടെ ആകൃതിയും വാൽച്ചിറകും അല്ലേ? ടെയില്. അപ്പോൾ ഏതാണ്? അത് മാത്രമാണോ നോക്കൂ. അതുപോലെ വേറെ എന്തുണ്ട്? വഴുവഴുപ്പുള്ള ശരീരം അല്ലേ? വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ, അതും ഉണ്ട് അല്ലേ? അപ്പോൾ ഒന്നാമത്തെയും നാലാമത്തെയും ശരിയാണ്. അങ്ങനെ തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഏതാണെന്ന് നോക്കൂ മക്കളെ. ഏതാണ്? ബി ആണ്, 1ഉം 4ഉം. അപ്പോൾ നിങ്ങളിവിടെ എഴുതേണ്ടത് ബി ആണ്, 1ഉം 4ഉം. അപ്പോൾ മത്സ്യങ്ങളുടെ ആകൃതി, വാൽച്ചിറക്, വഴുവഴുപ്പുള്ള ശരീരം, ചിറകുകൾ. ഇനി ഇംഗ്ലീഷിലാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയും? ഷേപ്പ് ഓഫ് ദി ഫിഷ്, ടെയിൽ ഫിന്ന്. രണ്ടാമത്തെയോ സ്ലിപ്പറി നേച്ചർ അല്ലെങ്കിൽ സ്ലിപ്പറി ബോഡി, ഫിൻസ്. ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. കൂട്ടത്തിൽ പെടാത്തതിനെ കണ്ടെത്തി എഴുതൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. വനം, കുളം, കടൽ, മരുഭൂമി. ഇതിലേതായിരിക്കും? കുളം അല്ലേ? ബി ആണ്, ഓപ്ഷൻ ബി ആയിരിക്കും. കാരണം എന്താ? ബാക്കിയൊക്കെ ലാർജ് എക്കോസിസ്റ്റം ആണ്, ഇത് സ്മോൾ എക്കോസിസ്റ്റം ആയിരിക്കും അല്ലേ? അപ്പോൾ ബി ആണ് ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ നമ്മൾ നോക്കൂ. അതല്ലെങ്കിൽ ആ പ്രവർത്തനമല്ല നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ വേറൊരു പ്രവർത്തനം താഴെ കൊടുത്തിട്ടുണ്ട്. വ്യത്യസ്ത തരം ജീവികൾക്ക് അവയുടെ സാഹചര്യങ്ങളിൽ ജീവിക്കുന്നതിന് അനുയോജ്യമായ ശരീരഘടനയുണ്ട്. താഴെ നൽകിയിരിക്കുന്ന ജീവികൾക്ക് അവ ജീവിക്കുന്ന ഇടങ്ങളിൽ അനുയോജ്യമായ ശാരീരിക സവിശേഷതകൾ എന്തെല്ലാമാണെന്ന് കണ്ടെത്തുക. എന്താണ് ക്യാമൽ? ക്യാമലിന്റെ പ്രത്യേകത എന്താ? ക്യാമലിന് എന്താണ്? കൊഴുപ്പടങ്ങിയിട്ടുള്ള ഒരു ഹമ്പ് ഉണ്ട് അല്ലേ? അതിന്റെ മേലെ കൊഴുപ്പടങ്ങിയിരിക്കുന്ന ഹമ്പുണ്ട്. അതുപോലെ വെള്ളം കുടിക്കാണ്ട് കുറേ ദിവസം ഇവിടെ ജീവിക്കാം. ഈ ക്യാമലിന് ഡെസേർട്ടിൽ ജീവിക്കാനായിട്ട് സാധിക്കും അല്ലേ? അപ്പം നമ്മളെങ്ങനെ എഴുതും? ദ ഫാറ്റ് ഇൻ ദ ക്യാമൽ ഹം ഹെൽപ്പ് ടു ഇൻ ദ ഡെസേർട്ട് ഫോർ ഡേയ്സ് വിത്തൗട്ട് ഡ്രിങ്കിങ് വാട്ടർ അല്ലേ? അപ്പം ക്യാമലിൻ്റെ അഡാപ്റ്റേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒട്ടകത്തിൻ്റെ ശരീരഘടനയുടെ പ്രത്യേകതകളാണ് നിങ്ങൾ എഴുതുന്നത് അല്ലേ? അപ്പം അതിന് ഹമ്പ് ഉണ്ടെന്ന് എഴുതുക അല്ലേ? പിന്നെ വെള്ളമൊന്നും കുടിക്കാതെ അതിന് കുറേ കാലം മരുഭൂമിയിൽ ജീവിക്കാൻ കഴിയും. പിന്നെ ഫിഷിൻ്റെ മീനിൻ്റെ ശരീരഘടനയുടെ ബോട്ട് ലൈക്ക് ഷേപ്പാണ് അല്ലേ? ബോട്ട് ലൈക്ക് ഷേപ്പാണ്. പിന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? ആകൃതി ഉണ്ട്, ടെയിൽ ഫിൻ ഉണ്ട് അല്ലേ? വാൽച്ചിറകുണ്ട്, വഴുവഴുപ്പുള്ള സ്ലിപ്പറി ബോഡി ഉണ്ട്, ഫിൻസ് ഉണ്ട്,
അതുപോലെ മലയാളത്തിലും നിങ്ങൾക്ക് ഇതൊക്കെ തന്നെ എടുത്ത് എഴുതാവുന്നതാണ്. മുകളിലത്തെ ഓപ്ഷനിൽ നിന്ന് തന്നെ ആൻസേഴ്സ് എടുത്ത് എഴുതാം. അപ്പോൾ ബോട്ട് ലൈക്ക് ഷേപ്പ് അല്ലേ, വഞ്ചിയുടെ ഷേപ്പാണ് ഉള്ളത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്ക്. താഴെ തന്നിരിക്കുന്ന 2 ചിത്രങ്ങളിലെയും സന്ദർഭം ശ്രദ്ധിക്കുക. കുന്നുകൾ ഇടിച്ചു നിരത്തുകയും വയലുകൾ മണ്ണിട്ട് നികത്തുകയും ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എഴുതുക. എന്തൊക്കെയാണ്? ഇതവിടെ കണ്ടോ, വയലുകൾ മണ്ണിട്ട് നികത്തുന്നുണ്ട്, പിന്നെ കുന്നുകൾ ഇടിച്ച് നികത്തുന്നുണ്ട്. ഇതും കൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഇതെന്താണ്? ഒന്ന് നമ്മളുടെ ആവാസ വ്യവസ്ഥയൊക്കെ നശിക്കും അല്ലേ, ലോസിങ് ഹാബിറ്റാറ്റ്. എന്താണ് ലോസിങ് ഹാബിറ്റാറ്റ് ഫോർ മെനി ആനിമൽസ്. ഒരുപാട് ജീവികളുടെ വാസസ്ഥലങ്ങൾ അല്ലേ നശിക്കും. അതുപോലെ ഡിസപ്പിയറൻസ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് ഒക്കെ നമുക്ക് അപ്രത്യക്ഷമായിട്ട് പോകും. അതുപോലെ വാട്ടർ ഷോർട്ടേജ് അല്ലേ, വെള്ളം ദൗർലഭ്യം ഉണ്ടാവും. അതൊക്കെയാണ് ഇതിന് കാരണമായിട്ട് വന്നത്. ഇതിലും അങ്ങനെ തന്നെ പ്ലാന്റ്സ് ഒക്കെ ഡിസപ്പിയർ ആയിട്ട് പോകും. പിന്നെ കുറേ ജീവികളുടെ ഹാബിറ്റാറ്റ് അല്ലേ, ആവാസ വ്യവസ്ഥ നശിക്കും. അതുപോലെ ചെറിയ ചെറിയ സ്മോൾ ഓർഗാനിസംസ് ഉണ്ടാവും, അതുങ്ങൾ നശിച്ചു പോവും. വാട്ടർ സ്കേഴ്സിറ്റി ഉണ്ടാവും അല്ലേ, ജലദൗർലഭ്യം ഉണ്ടാവും. അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാവും. ഇനി സി ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നു. ആവാസ വ്യവസ്ഥയെ സംരക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ ഏറ്റവും അനുയോജ്യമായി തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായത്? വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? വനങ്ങളെ സംരക്ഷിക്കൂ, ജീവൻ നിലനിർത്തൂ. അതാണ് അല്ലേ. പ്രൊട്ടക്ട് ദ എക്കോസിസ്റ്റം, സസ്റ്റെയിൻ ലൈഫ് ഓൺ എർത്ത് എന്നുള്ളതാണ് വേണ്ടത്. അപ്പോൾ ബി ആണ് ഓപ്ഷനായിട്ട് എഴുതേണ്ടത്. ഇനി പ്രവർത്തനം 2 നോക്കാം. ഭൂമിയുടെ സംരക്ഷണം നമ്മുടെ ഉത്തരവാദിത്തം. മണ്ണ് മലിനീകരണവുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മണ്ണ് മലിനമാകുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, അമിതമായ കീടനാശിനി പ്രയോഗം, അതായത് എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്. പിന്നെ എന്താണ്? എക്സസീവ് യൂസ് ഓഫ് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ്, രാസവളങ്ങൾ അല്ലേ, അമിതമായ രാസവളങ്ങളുടെ ഉപയോഗം. അതുപോലെ പ്ലാസ്റ്റിക് വേസ്റ്റ് ഒക്കെ കൊണ്ടുപോയി മണ്ണിലിടുന്നത്. ഇപ്പം മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്ന ജീവികൾ ഏതൊക്കെയാണ്? എർത്ത് വേം ഉണ്ട്, പിന്നെ സ്മോൾ ഓർഗാനിസംസ് അല്ലേ, ചെറിയ ചെറിയ സൂക്ഷ്മ ജീവികൾ, പിന്നെ മനുഷ്യരെയും ബാധിക്കും അല്ലേ. മണ്ണ് മലിനീകരണം ബാധിക്കപ്പെടുന്നത് മനുഷ്യരെയും ബാധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ സ്മോൾ ഓർഗാനിസം, ചെറിയ ചെറിയ ജീവികൾ അല്ലേ. പിന്നെ ആവാസ വ്യവസ്ഥ കൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ, അതെന്ന് പറഞ്ഞാൽ വിവിധ തരം ജീവികൾ ഇല്ലാതാകും. അതുപോലെ നമ്മളുടെ പ്ലാന്റ്സ് അല്ലേ, ചെടികൾ ഇല്ലാതാകും, ചെടികളുടെ വളർച്ച മുരടിക്കും. റെഡ്യൂസ് പ്ലാന്റ് ഗ്രോത്ത്, ചെടികളുടെ വളർച്ച മുരടിക്കും. സോയിൽ ഫെർട്ടിലിറ്റി, മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠതയൊക്കെ നഷ്ടപ്പെട്ടിട്ട് അവിടെ ജീവികൾക്ക് ജീവിക്കാൻ അല്ലേ, അങ്ങനെയൊക്കെ സംഭവിക്കും. അപ്പം ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതൊക്കെയാണ്. റെഡ്യൂസ് ദ സോയിൽ ഫെർട്ടിലിറ്റി, സോയിലിൻ്റെ ഫെർട്ടിലിറ്റി കുറയും. അതുപോലെ പ്ലാന്റ് ഗ്രോത്ത് കുറയും. അതുപോലെ പ്ലാന്റ്സിൻ്റെ ബാധിക്കും. ഇതൊക്കെ തന്നെയാണ് ആവാസ വ്യവസ്ഥയ്ക്ക് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളിൽ വരുന്നത്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ പരിശോധിച്ച് അവ ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണെന്ന് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടതാണ്? അത് ഒന്ന് എയർ പൊല്യൂഷൻ. ആദ്യത്തെ എയർ പൊല്യൂഷൻ വായു മലിനീകരണമാണ് അല്ലേ. എയർ പൊല്യൂഷൻ, പുകയൊക്കെ പോണ കാണുമ്പോൾ നമുക്കറിയാം അല്ലേ, വായു മലിനീകരണമാണ്. രണ്ടാമത്തെ ഏതായിരിക്കും? വാട്ടർ പൊല്യൂഷൻ അല്ലേ. രണ്ടാമത്തത് വാട്ടർ പൊല്യൂഷൻ ആണ്, അതായത് ജലമലിനീകരണം. രണ്ടും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവർത്തനം 3 നമുക്ക് നോക്കാം. സ്വതന്ത്ര ഭാരത ഭൂമി. ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. പതിയെ പതിയെ അവർ നാട്ടുരാജാക്കന്മാരിൽ നിന്ന് പ്രത്യേക ആനുകൂല്യങ്ങൾ നേടിയെടുത്ത് വ്യവസായശാലകൾ ആരംഭിച്ചു. ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ചു നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. ക്രമേണ കൃഷിയും കച്ചവടവും രാജാക്കന്മാരും അവരുടെ നിയന്ത്രണത്തിലായി. പീരങ്കി, തോക്ക് തുടങ്ങി മെച്ചപ്പെട്ട ആയുധങ്ങളും യുദ്ധതന്ത്രങ്ങളും ഉപയോഗിച്ച് നാട്ടുകാരെയും നാട്ടുരാജാക്കന്മാരെയും വരുതിയിലാക്കി. കാലങ്ങൾ കൊണ്ട് ഇന്ത്യയുടെ മുഴുവൻ പ്രദേശങ്ങളിലും ബ്രിട്ടീഷുകാർ ആധിപത്യം നേടി. പിന്നീടുള്ള 200ഓളം വർഷം ഇന്ത്യ ബ്രിട്ടീഷ് അധീനതയിലായിരുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്ന കുറിപ്പ് വായിച്ച് തന്നിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വിദേശികൾ ഇന്ത്യയിലെത്തിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്തായിരുന്നു?
ഇവിടെ ആദ്യത്തെ ലൈനിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഇന്ത്യയിലെത്തുന്ന ഏലം, കുരുമുളക് തുടങ്ങിയ സുഗന്ധദ്രവ്യങ്ങളും പട്ട്, പരുത്തി തുടങ്ങിയ തുണിത്തരങ്ങളും വാങ്ങുന്നതിനായാണ് വിദേശികൾ ആദ്യമായി ഇന്ത്യയിലെത്തിയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ എടുത്ത് എഴുതണം ഉത്തരം. ഉണ്ടോ? അപ്പോൾ ആദ്യത്തിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതെടുത്ത് എഴുതാനായിട്ട് പറ്റൂലേ? അപ്പോൾ ഇവിടെ ഓപ്ഷനായിട്ട് തന്നിട്ടുണ്ട്. ഏതാണ്? സുഗന്ധദ്രവ്യങ്ങളും തുണിത്തരങ്ങളും വാങ്ങിക്കുന്നതിന്. ടു ബൈസ് എന്താണ്? സ്പൈസസ് ആൻഡ് ടെക്സ്റ്റൈൽസ് അല്ലേ? നെക്സ്റ്റ് ഓപ്ഷൻ സി ആണ് അപ്പോൾ ഉത്തരമായിട്ട് എഴുതേണ്ടത്. ഇനി ബി, ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വന്ന സമയത്ത് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായി ഭിന്നിച്ച് കഴിയുകയായിരുന്നു. ശരിയോ തെറ്റോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണല്ലേ? ശരിയാണ്. അപ്പോൾ ശരിയാണെന്നാണ് അവിടെ എഴുതേണ്ടത്. ഇനി ബ്രിട്ടീഷുകാർക്ക് എളുപ്പത്തിൽ ഇന്ത്യയെ അവരുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിഞ്ഞത് എന്തുകൊണ്ടാണെന്ന് നമുക്കിവിടെ പറഞ്ഞു. എന്താണ്? ഇന്ത്യയിലെ വിവിധ പ്രദേശങ്ങൾ ഭരിച്ചിരുന്നത് നാട്ടുരാജാക്കന്മാരായിരുന്നു. അവർ പരസ്പരം പോരടിച്ച് നിന്നത് ബ്രിട്ടീഷുകാർക്ക് കാര്യങ്ങൾ എളുപ്പമാക്കി. അപ്പം അവർ പരസ്പരം പോരടിച്ച് നിന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ നിയന്ത്രണത്തിലാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞത്. അപ്പോൾ അതാണ് ഇവിടെ എടുത്ത് എഴുതേണ്ടത്. ആ പോയിന്റ്സ് ആണ് എഴുതേണ്ടത്. ഡി, ബ്രിട്ടീഷുകാർ ഇന്ത്യയുടെ അവരുടെ അധീനതയിൽ നിലനിർത്തിയത് ഏകദേശം എത്ര കാലമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ പറഞ്ഞിട്ടുണ്ട് 2 നൂറ്റാണ്ട്, അതായത് 2 സെഞ്ച്വറീസ് അല്ലേ? പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 200ഓളം വർഷം. 200ഓളം വർഷം എന്ന് എഴുതാം. അല്ലെങ്കിൽ 2 സെഞ്ച്വറി. 200 വർഷം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നത് 2 സെഞ്ച്വറി, 2 നൂറ്റാണ്ട് അല്ലേ? 2 നൂറ്റാണ്ട്. 200ഓളം സെഞ്ച്വറി വർഷങ്ങളാണ് എന്തെന്ന് പറയുന്നത്? 2 നൂറ്റാണ്ട്, 2 സെഞ്ച്വറി എന്ന് പറയുന്നത്. പ്രവർത്തനം 4, സ്വാതന്ത്ര്യം സമരങ്ങളിലൂടെ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏറ്റവും മഹത്തായ സമരങ്ങളാണ് ഉപ്പ് സത്യാഗ്രഹവും ക്വിറ്റ് ഇന്ത്യ സമരവും. ഈ 2 സമരങ്ങളും ഉൾപ്പെടുത്തി കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉപ്പ് സത്യാഗ്രഹം എന്നാണ് നടന്നത്? 1830 അല്ലേ? അപ്പോൾ അത് എഴുതുക. പിന്നെന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യൻ നമ്മളുടെ സോൾട്ട് അല്ലേ, നമ്മളുണ്ടാക്കുന്ന സോൾട്ട് നമ്മളുണ്ടാക്കിയിട്ട് അവർ ബ്രിട്ടീഷുകാർക്ക് എന്ത് ചെയ്യണം? ടാക്സ് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അല്ലേ? നമ്മളുണ്ടാക്കുന്ന സോൾട്ടിന് നമ്മുടെ ഇതിൻ്റെ മേലെ അവരെന്ത് ചെയ്തു? ടാക്സ് ചുമത്തി. നമ്മുടെ സീ വാട്ടറിൽ നിന്ന് എടുക്കുന്ന ഉപ്പിൻ്റെ മേലെ അവർ ടാക്സ് ഏർപ്പെടുത്തി. അപ്പോൾ ഗാന്ധിജി എന്ത് ചെയ്തു? ഒരു മാർച്ച് സ്റ്റാർട്ട് ചെയ്തു അല്ലേ? എവിടം വരെ? സബർമതി ആശ്രമം തൊട്ട് ദണ്ഡി ബീച്ച് വരെ അല്ലേ? ആൾക്കാർ അതിനെ എതിർക്കുകയൊക്കെ ചെയ്തു. അതാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് എഴുതേണ്ടത്. പിന്നെ 1930 കേട്ടോ. 1930 മാർച്ച് 12-ാം തീയതിയാണ്. പിന്നെ ക്വിറ്റ് ഇന്ത്യ സമരം. ക്വിറ്റ് ഇന്ത്യ സമരം എന്താണ്? നമ്മൾ ബ്രിട്ടീഷുകാരോട് ഇന്ത്യ വിട്ടു പോകണം എന്നും പറഞ്ഞുകൊണ്ട് ഒരു സമ്മേളനം കൂടി. അതാണ് എന്തെന്ന് പറഞ്ഞത്? ക്വിറ്റ് ഇന്ത്യ സമരം എന്ന് പറയുന്നത്. ഉണ്ടായിരുന്ന മുദ്രാവാക്യമായിരുന്നു ഡു ഓർ ഡൈ. ഗാന്ധിജിയായിരുന്നു ലീഡർഷിപ്പ് അല്ലേ? ഗാന്ധിജിയായിരുന്നു അതിൻ്റെ നേതൃത്വം നൽകിയത്. ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം നടത്തിയത്. അപ്പോൾ അതൊക്കെ പറഞ്ഞ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഫ്രോണ്ടിയർ ഗാന്ധി അല്ലെങ്കിൽ അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ആരാണ്? ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ. ഇനി അടുത്തത് 5ാമത്തെ ക്വസ്റ്റ്യൻ. നമുക്ക് ഇന്ത്യയുടെ ഭൂപ്രകൃതിയാണ് കാണിച്ചിരിക്കുന്നത്. ഭൂപടം നിരീക്ഷിച്ച് ചുവടെ കൊടുത്തിരിക്കുന്ന ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 5 സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന 2 സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. രാജസ്ഥാനും ഉത്തർപ്രദേശുമാണ്. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏത്? ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. ഏറ്റവും വലിയ സംസ്ഥാനം. പിന്നെ കേരളത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കാണപ്പെടുന്ന കടൽ ഏതാണെന്ന് ചോദിച്ചേക്കണേ? അറേബ്യൻ കടലാണ്. അറബിക്കടൽ അല്ലേ? അറേബ്യൻ സീ, അറബിക്കടൽ. അടുത്തത് ബംഗാൾ ഉൾക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളിൽ പശ്ചിമ ബംഗാൾ, ആന്ധ്രാപ്രദേശ് എന്നിവ കൂടാതെ മറ്റൊരു സംസ്ഥാനം കൂടി കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒഡീഷയുണ്ട്, തമിഴ്നാടും ഉണ്ട് അല്ലേ? ഒഡീഷയുണ്ട്, തമിഴ്നാടും ഉണ്ട്.
അടുത്തത് കേരളവുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകയും. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളാണല്ലേ തമിഴ്നാടും കർണാടക. അതുപോലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏതാണെന്നൊക്കെ ചോദിക്കാം കേട്ടോ. ഗോവ. ക്വസ്റ്റ്യൻ പറക്കും കൂട്ടുകാർ എന്ന ഭാഗത്തു നിന്നാണ്. റീന തന്റെ വീടിന്റെ പരിസ്ഥിതിയിൽ സ്ഥിരമായി കാണപ്പെടുന്ന വിവിധതരം പക്ഷികളെ നിരീക്ഷിച്ച് കണ്ടെത്തിയ വിവരങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നും പരിശോധിച്ച് അനുയോജ്യമായ പക്ഷിയുടെ നേരെ വരച്ച് യോജിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഉയരത്തിൽ പറക്കുന്നു, കൂർത്ത നഖങ്ങൾ, മൂർച്ചയുള്ള ചുണ്ടുകൾ, ഇരയെ റാഞ്ചി പിടിക്കുന്നു. ആരാണ്? പരുന്ത്. അത് തന്നിട്ടുണ്ട്. ഇനി കറുത്ത നിറം, കൂട്ടമായി സഞ്ചരിക്കുന്നു, പരിസരം വൃത്തിയാക്കുന്നു. ആരാണ്? കാക്ക. ചെറിയ ശരീരം, നീണ്ട ചുണ്ടുകൾ, വേഗത്തിൽ പറക്കുന്നു, പുഴയിൽ നിന്നും കുളത്തിൽ നിന്നും മത്സ്യങ്ങളെ പിടിക്കുന്നു. ആരാണ്? പൊന്മാൻ. ഇടത്തരം വലുപ്പം, തലയിൽ തൊപ്പി പോലെയുള്ള ഭാഗം, ശക്തിയുള്ള കൂർത്ത നഖങ്ങൾ. ആരാണ്? മരംകൊത്തി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ജലത്തിന്റെ സാന്നിധ്യമുള്ളിടത്ത് ഇര തേടുന്ന പക്ഷി ആരായിരിക്കും? കൊക്കായിരിക്കും അല്ലേ? ഇനി നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നത് തെറ്റായ പ്രസ്താവന ഏതെന്ന് തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണ്. ആഹാര സമ്പാദന രീതിയും പക്ഷികളുടെ ശരീരഘടനയുമായി ബന്ധമുണ്ട്. ചില പക്ഷികൾക്ക് നീണ്ട കൂർത്ത ചുണ്ടുകളും നീണ്ട കാലുകളുമുണ്ട്. ജലമുള്ള സ്ഥലങ്ങളിൽ കാണപ്പെടുന്ന പക്ഷികൾക്ക് എണ്ണമയമുള്ള തൂവലുകൾ ആയിരിക്കും. അതിൽ ഓപ്ഷൻ എ തെറ്റാണ് അല്ലെ. എല്ലാ പക്ഷികളുടെയും ശരീരഘടന ഒരുപോലെയാണോ? അല്ല. അതാണ് തെറ്റായ പ്രസ്താവന എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരനെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ അഗെയിൻ. താങ്ക് യു.